നാട്ടുവർത്തമാനം തുടരുകയാണ്. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ആലപ്പുഴ ചേപ്പാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പ്രതിഷേധം ശക്തം. അതിപുരാതനമായ പള്ളി പൊളിച്ച് നീക്കരുത് എന്നാവശ്യപ്പെട്ട് വൈദികരുടെയും വിശ്വാസികളുടെയും നിരാഹാര സമരം 20 ദിവസം പിന്നിടുകയാണ്. ദേശീയപാത അതോറിറ്റിയുടെ പുതിയ അലൈൻമെന്റ് പ്രകാരം റോഡിൽ നിന്ന് 14 മീറ്ററാണ് ഏറ്റെടുക്കുക. ഇതുപ്രകാരം പള്ളിയുടെ ഭൂമിയും പള്ളി തന്നെയും പാതയാകും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനാലയം പൊളിക്കരുതെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. നിരാഹാര സമരം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാകവെ മുൻ മുഖ്യമന്ത്രി പള്ളിയിലെത്തി വൈദികരും വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇവിടെയുള്ള ആളുകളുടെ വികാരം മനസ്സിലാക്കുന്നു. നാഷണൽ ഹൈവേയുടെ വികസനം ആവശ്യമാണ്, അതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും തുല്യമായി സ്ഥലം ഏറ്റെടുത്താൽ സ്ഥലം വിട്ടു നൽകാൻ മടിയില്ല എന്ന നിലപാടിലാണ് പള്ളി സംരക്ഷണ സമിതി. നിലവിലെ അലൈൻമെന്റ് പ്രകാരം പള്ളി നിൽക്കുന്ന ഭാഗമാണ് കൂടുതലായി ഏറ്റെടുക്കുന്നത്. പ്രശ്നം സർക്കാർ ഇടപെട്ട് രമ്യമായി പരിഹരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ആലപ്പുഴ. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ആനയിറങ്കൽ മേഖലയിലെ കർഷകർ. കാടിറങ്ങിയ ഒറ്റയാൻ കഴിഞ്ഞ 5 ദിവസമായി കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. വടയാറ്റിൽ കൃഷിയിടത്തിലെ കെട്ടിടം കാട്ടാന അടിച്ചു തകർത്തു. സൗരോർജ്ജ പാനലുകൾ അടക്കമുള്ള ഉപകരണങ്ങളും പൂർണ്ണമായി നശിപ്പിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ചിന്നക്കനാൽ ആനയിറങ്കൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി. ഒരാഴ്ചയോളമായി കാർഷിക മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വ്യാപക നാശമാണ് വരുത്തിയത്. കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാന പടയാട്ടിൽ സാജുവെന്ന കർഷകന്റെ ഏലം കൃഷിയും തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടവും അടിച്ചു തകർത്തു. ലക്ഷങ്ങൾ വില വരുന്ന സോളാർ ഉപകരണങ്ങളും നശിപ്പിച്ചു. ബാങ്ക് ലോൺ എടുത്താണ് സാജു 3 ഏക്കറിൽ ഏലം കൃഷി ചെയ്തത്. വിളവെടുപ്പ് തുടങ്ങിയ സമയത്താണ് ആന വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത്. ഫോറസ്റ്റുകാർ വന്നായിരുന്നു. അവരോട് പറഞ്ഞപ്പോഴും ആരും ഒരു സംഭവത്തിനും അങ്ങ് പറഞ്ഞിട്ട് പോകുമല്ലാതെ ആനയ്ക്ക് ഒരിതിന് വേണ്ടിയിട്ടല്ലാതെ വരുന്നില്ല. ഞാൻ കൃഷി ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പം 1 ഹെക്ടർ സ്ഥലത്തിന് 30,000 രൂപയാണ് നഷ്ടം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത്. ഒരു ചെടി വെക്കുന്നതിന് 2,000 രൂപ മുടക്കിലാണ് നിൽക്കുന്നത്. എനിക്ക് വരുമാനം കിട്ടുന്ന സമയമായപ്പോഴാണ് എൻ്റെ ഇപ്പോൾ ഇത് കളഞ്ഞിട്ടേക്കുന്നത്. വേലി ഞാൻ ഇട്ടു, 3 ലക്ഷം രൂപ മുടക്കി വേലി ഇട്ടതാണ്. 3 ലക്ഷം രൂപ മുടക്കി വേലി ഇട്ടതിനകത്ത് കട്ടിങ്ങിൻ്റെ മേളിൽ കൂടി എടുത്ത് ചാടിയിട്ട് വേലിയെല്ലാം പൊളിച്ച് ഇതുപോലെ അക്രമം ചെയ്യാണ്. ഇതിനൊരു സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു കർഷകന് എന്തെങ്കിലും ഒരു സഹായമോ സാധനങ്ങളോ തരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത്ര വിഷമമുള്ള സംവിധാനമായത്. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ തുച്ഛമായ നഷ്ടപരിഹാരമാണ് ലഭിക്കുന്നത്. അതിനാൽ കൃഷിയിടത്തിൽ തമ്പടിക്കുന്ന കാട്ടാനയെ വനത്തിലേക്ക് മാറ്റുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ കാട്ടാനയെ നിരീക്ഷിക്കുന്നതിന് വാച്ചർമാരെ നിയമിക്കാമെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ സമരം നടത്താനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18 ആനയിറങ്കൽ. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലകളെല്ലാം തന്നെ തുറന്നെങ്കിലും സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. അതിർത്തി മേഖലയായതിനാലാണ് ഇപ്പോഴും നിയന്ത്രണം ഇവിടെ തുടരുന്നത്. കൊളുക്കുമലയിലെ ഉദയകാഴ്ചകളും സിംഗപ്പാറയിലെ മനോഹര ദൃശ്യങ്ങളുമെല്ലാം സഞ്ചാരികൾക്ക് അന്യമായിട്ട് മാസങ്ങളായി. വിനോദസഞ്ചാര മേഖലകൾ തുറന്നപ്പോഴും ചിന്നക്കനാൽ മേഖല നിരാശയിലാണിപ്പോഴും. ടൂറിസം മേഖലയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തിയിരുന്ന 100-ലധികം പേർ പട്ടിണിയിലാണ്. മറ്റു ടൂറിസം മേഖലകളെല്ലാം തുറന്നെങ്കിലും കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് സവാരി ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. അതിർത്തി മേഖലയായ ഇവിടെ ഇപ്പോഴും നിയന്ത്രണം തുടരുകയാണ്. കൊളുക്കുമലയിലേക്ക് ജീപ്പ് സവാരി പുനരാരംഭിക്കണമെന്നാണ് ടാക്സി തൊഴിലാളികളുടെ ആവശ്യം. വീട്ടിലുള്ള എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് இருக்குது. നമുക്ക് நாங்கள் எல்லாம் இப்போ டிரைவர்மார் பார்த்தா எல்லாம் ஏலக்காட்டு வேலைக்கு தான் போயிட்டு இருந்தோம். இப்போ இது மட்டும்தான் எங்களுக்கு கொழுக்குமலை மட்டும்தான் திறந்து கொடுக்கல. இது எல்லா இடமும் திறந்துட்டாங்க. இது ஒன்று திறந்து கொடுத்தா எங்களுக்கு நல்லாயிருக்கும். സഞ്ചാരികൾ എത്താത്തതിനാൽ ചിന്നക്കനാലിൽ വ്യാപാര മേഖലയടക്കം കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ചിന്നക്കനാലിൽ ടൂറിസം അടച്ചതുകൊണ്ട് ഇവിടെയുള്ള ഡ്രൈവേഴ്സുമാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇവിടെ ഒരു കച്ചവടം നടക്കുന്നില്ല. അപ്പോൾ ഈ ടൂറിസം തുറന്നു കൊടുത്താൽ ഇവിടെയുള്ള പാവപ്പെട്ടവർക്കും ഡ്രൈവേഴ്സുമാർക്കും എല്ലാ ബുദ്ധിമുട്ടും മാറി കിട്ടും. ചിന്നക്കനാൽ വിനോദസഞ്ചാര മേഖല നിശ്ചലമായതോടെ ടാക്സി തൊഴിലാളികളടക്കം ഇപ്പോൾ തോട്ടമേഖലയിൽ ജോലിക്ക് പോവുകയാണ്. വാഹനങ്ങളുടെ CC അടവ് മുടങ്ങിയതായും തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് 18 ചിന്നക്കനാൽ. കോതമംഗലം താലൂക്കിലെ ആദ്യ മിയാവാക്കി ഫോറസ്റ്റിന് നെല്ലിമറ്റത്ത് തുടക്കമായി. സിനിമാ സംവിധായകൻ റോയി പേച്ചാണ്ടിന്റെ നെല്ലിമറ്റത്തുള്ള വീട്ടുവളപ്പിലാണ് മനുഷ്യനിർമ്മിതമായ കുഞ്ഞൻ വനം ഒരുങ്ങിയിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്താണ് വനം ഒരുക്കിയത്. ഏകദേശം 400ഓളം സസ്യങ്ങളാണ് നട്ടുപിടിപ്പിച്ചത്. പീച്ചിയിൽ നിന്നാണ് തൈകൾ എത്തിച്ചത്. 1 സ്ക്വയർ മീറ്ററിൽ 4 തൈകൾ വീതമാണ് നടേണ്ടത്. അതിൽ ഒരു വൻവൃക്ഷവും ഒരു വള്ളിച്ചെടിയും ബാക്കി കുറ്റിച്ചെടികളും ഉണ്ടാകണം. 10 വർഷം കൊണ്ട് വനം സജ്ജമാകും.
റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PK തമ്പിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കോതമംഗലം DFO PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിലുള്ള ഇപ്രകാരമുള്ള ഈ പ്രകൃതി വിഭവങ്ങളെയും ഭൂമിയെയും ഇവിടുത്തെ സസ്യ ജന്തു വൈവിധ്യങ്ങളെയും നിലനിർത്തുവാൻ ആവശ്യമായ ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള സംരംഭങ്ങൾക്ക് കാരണഭൂതനായ റോയിയെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല എന്നുള്ളതാണ് സത്യം. മിയാവാക്കി ഫോറസ്റ്റ് നിർമ്മാണത്തിന് കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്ന് റോയ് പിച്ചാട്ട് പറഞ്ഞു. നമുക്കെല്ലാവർക്കും കഴിയുമെങ്കിൽ വീടിനോട് ചേർന്ന് 2 സെൻറ്റോ 3 സെൻറ്റോ 5 സെൻറ്റോ അല്ലെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്താണെങ്കിൽ പോലും ഒരു ചെറിയ വനം, സ്വന്തമായൊരു വനം വെച്ചുപിടിപ്പിക്കുക എന്നുള്ളൊരു ആശയം. ഈ ആശയം എല്ലാവർക്കും പ്രായോഗികമാക്കാവുന്നൊരു കാര്യമാണ്. ന്യൂസ് 18 കോതമംഗലം. കാരശ്ശേരി കുമാരനെല്ലൂരിൽ വീടുകളിൽ മോഷണം നടത്തിയ യുവാവ് പിടിയിൽ. കുമാരനെല്ലൂർ വടക്കേക്കുന്നത്ത് കണാരൻ എന്ന ഹരീഷ് ബാബുവിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. 2 വീടുകളിലാണ് ഒരാഴ്ച മുമ്പ് മോഷണം നടന്നത്. തൊണ്ടിമുതലുകൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. മലപ്പുറം താനൂരിൽ മോഷ്ടിച്ച ബുള്ളറ്റിൽ കറങ്ങിയ സംഘം പോലീസിന്റെ പിടിയിൽ. താനൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശികളായ കുറ്റ്യാടി മുഹമ്മദ് അക്വിബ്, റസൽ, മുഹമ്മദ് ഹുസൈൻ എന്നിവരെയാണ് താനൂർ CI P പ്രമോദും സംഘവും പിടികൂടിയത്. വനിതാ സുഹൃത്തിനെ കാണാൻ കൊല്ലത്ത് മോഷ്ടിച്ച ബൈക്കിൽ പോയ സംഘം മറ്റൊരു ബൈക്ക് മോഷ്ടിച്ച് മടങ്ങവെയാണ് പിടിയിലായത്. നേരത്തെ പിടിയിലായ സംഘമാണ് ഇവരെക്കുറിച്ചുള്ള വിവരം പോലീസിന് നൽകിയത്. മലപ്പുറം കൂട്ടായി പടിഞ്ഞാറേക്കര വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കാനെത്തിയ യുവാക്കൾക്ക് മർദ്ദനമേറ്റതായി പരാതി. വിനോദ കേന്ദ്രത്തിൽ നിന്ന് തിരികെ പോകണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചെന്നാണ് പരാതി. യുവാക്കളുടെ പരാതിയിൽ തിരൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കൊട്ടാരക്കര പുല്ലാമല റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ നിരവധി കുടുംബങ്ങളാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത്. നെടുവത്തൂർ പവിത്രേശ്വരം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണ് തകർന്നത്. റോഡിലെ കുഴികളിൽ വീണ് ഇതിനോടകം നിരവധി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. മഴക്കാലമായാൽ ഈ റോഡിൽ കൂടെ നടന്നു പോലും പോകാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ ഇതിന്റെ മേളെ ഭാഗത്ത് ഒരു 10,000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്നതാണ്. ഈ ഒരു ഓട്ടോറിക്ഷക്കാർ പോലും വിളിച്ചാൽ വരത്തില്ല. അവർ വിളിച്ചാൽ വരത്തില്ല. ഇവിടെ വണ്ടികളൊന്നും മറിയുക. നമുക്കത് കെട്ടോണ്ട് കിടക്കാൻ പറ്റത്തില്ല. നമ്മൾ രാത്രി എണീച്ച് വന്ന് പിന്നെ അവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണം. അത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്നും തുക അനുവദിച്ചെങ്കിൽ മാത്രമേ റോഡ് നിർമ്മാണം നടക്കൂവെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. മുൻപ് ബസ് സർവീസുകൾ ഉണ്ടായിരുന്ന റോഡ് തകർന്നതോടെ വാഹനങ്ങൾ കടന്നു വരാതെയായി. പവിത്രേശ്വരം പഞ്ചായത്തിലുള്ള കുറേ വീടുകൾക്ക് വരെ ഉപകാരപ്രദമാണ്. ഇതൊരു ഷോർട്ട് കട്ടാണ്. ചീരങ്കാവിൽ നിന്ന് വരുന്ന കൊട്ടാരക്കരയ്ക്ക് പോകാനുള്ള ബസ് വരെ പലപ്പോഴും ഇതുവഴി പോയിട്ടുണ്ട്. അതിനൊക്കെ ഉപയോഗപ്രദമായ ഒരു റോഡാണ്. അധികാരികളുടെ കണ്ണുകൾ ഇതുവരെ തുറക്കുന്നില്ല. റോഡ് സഞ്ചാരയോഗ്യമാക്കിയാൽ ചീരങ്കാവിൽ നിന്നും നെടുവത്തൂർ വഴി കൊട്ടാരക്കരയ്ക്ക് അതിവേഗം എത്താൻ കഴിയും. റോഡരികിൽ ഓടുകൾ നിർമ്മിക്കാത്തതിനാൽ മഴയുടെ കുത്തൊഴുക്കിൽ കല്ലുകൾ ഇളകി അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി ശാന്തിഗ്രാം വെട്ടിക്കാമറ്റം റോഡിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ല. തകർന്ന റോഡിലൂടെ കാൽനട യാത്ര പോലും ബുദ്ധിമുട്ടാണ്. 1 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയെങ്കിലും പ്രവൃത്തി എങ്ങും എത്താത്തതാണ് ദുരിതത്തിന് കാരണം. ഇരട്ടയാർ പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ ശാന്തിഗ്രാം വെട്ടിക്കാമറ്റം റോഡ് തകർന്നിട്ട് ഏറെ നാളായി. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടു. നിവേദനങ്ങളും പരാതികളും നൽകി മടുത്തുവെന്ന് നാട്ടുകാർ പറയുന്നു. ചെമ്പകപ്പാറ, തോപ്രാംകുടി, ഈട്ടിത്തോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള 100 കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം. ശരിക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും എല്ലാം ഉദ്യോഗസ്ഥരും സ്ട്രോങ്ങായിട്ട് നടപടിയെടുത്ത് ഈ വഴി പെട്ടെന്ന് പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണം. പിന്നെ ഇതിലെ ബസ് പോയിട്ട് 1 വർഷത്തോളം അതിൽ ബസ് യാത്രക്കാർ ഇവിടുന്ന് 3 കിലോമീറ്ററോളം ആൾക്കാർ വാഹന സൗകര്യം ഇല്ലാതെ വളരെ കഷ്ടപ്പെടുകയാണ്. ശാന്തിഗ്രാം മുതൽ വെട്ടിക്കാമറ്റം വരെയുള്ള ഭാഗമാണ് മോശം അവസ്ഥയിലുള്ളത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ ഇതുവഴിയുള്ള ബസ് സർവീസും നിർത്തലാക്കി. ഇതുമൂലം നാട്ടുകാർ കിലോമീറ്ററോളം നടക്കേണ്ട സ്ഥിതിയാണ്. റോഡിന്റെ നിർമ്മാണം ആരംഭിച്ച് 1 വർഷം പിന്നിടുമ്പോഴും പ്രവർത്തികൾ എങ്ങും എത്തിയില്ല. ഇതിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പൂരങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് കുന്നംകുളം കിഴൂർ ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഉത്സവത്തോടെയാണ്. ഉത്സവങ്ങളെയും കൂട്ടായ്മകളെയും കോവിഡ് വ്യാധി വിഴുങ്ങിയപ്പോൾ പിന്നിട്ട കാലത്തിന്റെ പൂരാരവങ്ങളെ വീണ്ടെടുക്കുകയാണ് ഫോട്ടോഗ്രാഫർ മനൂപ് ചന്ദ്രൻ ഒരുക്കിയ പാട്ടുചിത്രം. ഗാനരചയിതാവ് BK ഹരിനാരായണന്റേതാണ് വരികൾ.
അതെ കാര്യക്കണ്ട അവൻ സ്വപ്നം ഉണ്ടാ കളിച്ചോ. പൂരല്ലേ സ്വപ്നമൊക്കെ കാണുവൻ. നമ്മളൊക്കെ പൂരൊക്കെ എത്ര ആഘോഷിച്ചു. ഈ വർഷം കൊറോണ പറഞ്ഞിട്ട് പൂരം മൊത്തം കൊളായി. അല്ലെ പൂരപ്പറമ്പില് എന്റെ വീട്ടിലൊക്കെ എന്ത്. കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലെ പൂരാഘോഷങ്ങൾക്ക് തുടക്കമാകേണ്ട ദിനമായിരുന്നു തൃക്കാർത്തിക. കുന്നംകുളം കിഴൂർ ക്ഷേത്രത്തിൽ പൂരം തുടങ്ങിയാൽ പിന്നെ മെയ് മാസം വരെ നീളും തട്ടകങ്ങളിലെ ഉത്സവകാലം. പിന്നിട്ട പൂരക്കാലത്തെ വീണ്ടെടുക്കുകയാണ് ഈ പൂരത്തിന്റെ പാട്ട്. ഗാനരചയിതാവും സംസ്ഥാന പുരസ്കാര ജേതാവുമായ BK ഹരിനാരായണനാണ് വരികൾ കുറിച്ചത്. സംവിധാനവും ക്യാമറയും ഫോട്ടോഗ്രാഫർ കൂടിയായ മനൂപ് ചന്ദ്രൻ നിർവഹിച്ചു. കിഴൂർ നിവാസികളുടെ സഹായത്തോടെയാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. ലോകത്ത് പൂരത്തെയും ആനയെയും കൊട്ടിനെയും ഒക്കെ സ്നേഹിക്കുന്ന മുഴുവൻ ആഘോഷപ്രേമികൾക്കും വേണ്ടിയാണ് ഞങ്ങളിത് സമർപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ പൂരമല്ല, നിങ്ങളുടെ പൂരമാണ്, നമ്മുടെ പൂരമാണ്. നിങ്ങൾ 2 കൈ നീട്ടി നിങ്ങൾ മനസ്സുകൊണ്ട് ഇതിനെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ ഈണമിട്ട വരികൾ അഭിജിത്ത് കൊല്ലം ആലപിച്ചു. മഹാവ്യാധിക്ക് മാറ്റമുണ്ടാകുമെന്നും വീണ്ടും ഉത്സവകാലം തെളിയുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഈ പാട്ടുചിത്രം പങ്കുവയ്ക്കുന്നത്. കാണുന്നേ വാനം തലയാട്ടുന്ന കൊമ്പനായി വരുമൊരു പുലരി പ്രിയദേവി. ന്യൂസ് 18 കുന്നംകുളം. ഇനി കാർഷിക കേരളം. വയലുകളിൽ മോട്ടോർ പമ്പുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് ശാഠ്യം പിടിക്കുന്ന പരമ്പരാഗത കർഷകർ ഇപ്പോഴുമുണ്ട് കാസർഗോഡ് പീലിക്കോട്ടെ വയലുകളിൽ. മുക്കാലിയിൽ കെട്ടിത്തൂക്കിയ ഊവേണികളിൽ മണിക്കൂറുകൾ അധ്വാനിച്ച് വയലുകളിൽ വെള്ളം നിറയ്ക്കുന്നതിലാണ് ഇവരുടെ സംതൃപ്തി. ആധുനിക കൃഷിരീതികൾ സാർവത്രികമാകുമ്പോഴും പരമ്പരാഗത രീതികളെ മുറുകെ പിടിക്കുകയാണ് പിലിക്കോടുള്ള കർഷകർ. വയലുകളിൽ ജലസേചനത്തിനായി ഉവ്വേണികളെ ആശ്രയിക്കുന്ന നിരവധി കർഷകർ പിലിക്കോട്ടെ വയലുകളിൽ ഇപ്പോഴും കാണാം. ഇവിടുത്തെ മടിവയൽ, മല്ലങ്കര, കണ്ണങ്കൈ പാടശേഖരങ്ങളിലും തോടുകളിലും നിരവധി ഉവ്വേണികൾ കാണാം. ഉറവയുള്ള പാടങ്ങളിൽ നിന്നും വെള്ളം നീക്കം ചെയ്യാനും കൃഷി ആവശ്യത്തിന് തോടുകളിൽ നിന്ന് വയലുകളിലേക്ക് വെള്ളം എത്തിക്കാനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം നീക്കം ചെയ്യുമ്പോൾ വയലിലെ ഉറവയുടെ ചെറു സുഷിരങ്ങൾ അടഞ്ഞു പോകുമെന്ന് ഇവർ പറയുന്നു. ഈ പമ്പ് എന്ന് പറയുമ്പോൾ നിലത്തിൻ്റെ ഉറവ് വലിച്ചെടുക്കും. ഈ തേവി കഴിഞ്ഞാൽ ഉറവ് അങ്ങനെ നിൽക്കും. എപ്പോഴും കണ്ടത്തിന് നല്ല ഉറവാണ്. മറ്റു ചെയ്യുമ്പോൾ പ്രത്യേകത വലിച്ച് ഞരവെല്ലാം വലിക്കും. കണ്ടത്തിൻ്റെ ഞരവെല്ലാം വലിച്ചിട്ട് കളി തേവി കഴിഞ്ഞാൽ ലെവലായിട്ട് വരും. അത് ഇതിൻ്റെ ഉള്ള കുണം. രാവിലെയും വൈകിട്ടുമാണ് ഇത്തരത്തിൽ വെള്ളം തേകൽ. വയലുകളുടെ ഈർപ്പവും പശിമയും നിലനിർത്താൻ ഈ രീതിയാണ് അഭികാമ്യമെന്നാണ് കർഷകരുടെ പക്ഷം. ഈ ഞരവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി ചെയ്ത് പോയി ഇതപ്പോഴേ കുളിപ്പുണ്ടാവും. മറ്റേ ഞരവ് പോയി കഴിഞ്ഞാൽ ഞരവ് അടഞ്ഞാൽ നമ്മൾ എൻഷൻ ഞരവ് തന്നെ അടഞ്ഞാൽ പോയില്ലേ, അതുപോലെ കൃഷിയിലും അത് ഇല്ലേതുണ്ട്. അല്ല പണ്ടില്ലവർ തേവിയിട്ട് മാത്രമേ കൃഷി ചെയ്യൂ. പണ്ടില്ല പറഞ്ഞത് സത്യം പോലല്ലേ. മോട്ടോർ വെച്ചടിച്ച കണ്ടത്തിലും മറ്റുള്ള കണ്ടത്തിൽ വ്യത്യാസമുണ്ട്. ശാരീരിക ആയാസം ലഘൂകരിക്കാൻ ശ്രമിക്കാതെ നെൽവയലുകളെയും കൃഷിയിലെ പാരമ്പര്യ രീതികളെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്നവരാണ് ഈ കർഷകർ. ന്യൂസ് 18 പിലിക്കോട്. നാട്ടുവർത്തമാനം തുടരുന്നു. എയ്ഡ്സ് ബാധിതർക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുമായി നന്മ വണ്ടി യാത്ര തുടരുന്നു. കരുനാഗപ്പള്ളി താലൂക്കിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർധനരും നിലാലംബരും വിധവകളും അടങ്ങിയ 19 കുടുംബങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതാണ് നന്മ വണ്ടി.
നാട്ടുകാരുടെ സഹകരണത്തോടെ കരുനാഗപ്പള്ളി നാട്ടരങ്ങ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. താലൂക്കിലെ നിരാലംബരും നിർധനരുമായ എയ്ഡ്സ് രോഗികളടങ്ങിയ 19 കുടുംബങ്ങൾക്കാണ് മാസങ്ങളായി സഹായം എത്തിക്കുന്നത്. ചവറ ഇടപ്പള്ളിക്കോട്ടയിൽ നടന്ന നന്മവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് പോലീസ് കൺട്രോൾ റൂം SI TN നജീബ് നിർവഹിച്ചു. കഴിഞ്ഞ 6 മാസക്കാലമായി കരുനാഗപ്പള്ളി താലൂക്കിലെ ഏകദേശം 19 എയ്ഡ്സ് ബാധിതരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് ഒരു മാസത്തെ റേഷൻ സാധനങ്ങൾ, ഒരു മാസത്തെ അവർക്ക് ഭക്ഷണം ഒരു കിറ്റായി എത്തിക്കുന്ന ഒരു സംരംഭമാണ് ഈ നാട്ടരങ്ങ് ഈ അസോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാവപ്പെട്ട എയ്ഡ്സ് രോഗികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് എത്തിക്കുന്ന ഈ നന്മ വണ്ടി എത്ര ശ്ലാഘിച്ചാലും മതിയാവുകയില്ല. 4 മാസമായി തുടരുന്ന ഭക്ഷ്യധാന്യ വിതരണം തുടരാനാണ് സൊസൈറ്റി പ്രവർത്തകരുടെ തീരുമാനം. കഴിഞ്ഞ 6ാമത്തെ മാസം നമ്മൾ ഈ ഭക്ഷ്യധാന്യ കിറ്റുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്ന പരിപാടിയാണ്. ഇതിനെ നന്മ വണ്ടി എന്നാണ് നമ്മൾ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ താലൂക്കിലെ 19 നിർധനരും നിരാലംബരും വിധവകളുമായിട്ടുള്ള HIV എയ്ഡ്സ് ബാധിച്ചിട്ടുള്ളവർ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരിൽ നിന്നും ഇവരുടെ പേരുവിവരങ്ങൾ ശേഖരിക്കുകയും അവരുടെ മൊത്തത്തിലുള്ള വിവരങ്ങൾ അവർ തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ഇത് താലൂക്കിലെ ഓരോ പ്രദേശത്ത് വെച്ചാണ് ഓരോ മാസവും ഈ പരിപാടി നടക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തകരായ ഷാജഹാൻ രാജധാനി, നയനാൻ ഡാനിയൽ, അബ്ദുൽ നാസർ, ബിജുകുമാർ തുടങ്ങിയവരാണ് നാട്ടരങ്ങ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അണിയറ പ്രവർത്തകർ. ന്യൂസ് 18 ചവറ. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ റേഷനരി പിടികൂടി. എക്സിറ്റ് ഗ്ലാസ് ഫാക്ടറിക്കടുത്തുള്ള ഗോഡൌണിൽ നിന്നാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 230 ചാക്ക് റേഷനരി പിടികൂടിയത്. ബോംബെ തങ്കച്ചൻ എന്നയാളുടേതാണ് ഗോഡൌൺ. 3 ആഴ്ച തിരുവമ്പാടിയിൽ നിന്നും ഇതേ സംഘത്തിന്റെ ലോറി പോലീസ് പിടിച്ചെടുത്തിരുന്നു. നെടുമങ്ങാട് വീട്ടിൽ കഞ്ചാവ് ചെടി സൂക്ഷിച്ചയാളെ എക്സൈസ് പിടികൂടി. അരുവിക്കര മുണ്ടല പനവിളാകം സ്വദേശി രാജേന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് ചെടി പിടികൂടിയത്. ഇയാളെ അറസ്റ്റ് ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും താലൂക്കിൽ പരിശോധന തുടരുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ശബരിമല ദർശനം നടത്തിയ ബിന്ദു അമ്മിണിയെ സംഘപരിവാർ വേട്ടയാടുന്നതായി പരാതി. വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചും ഫോണിലൂടെ വധഭീഷണി മുഴക്കിയുമാണ് നിരന്തര ആക്രമണം. പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടാത്തതിൽ പ്രതിഷേധിച്ച് സത്യഗ്രഹ സമരത്തിന് ഒരുങ്ങുകയാണ് ബിന്ദു. കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണ് ഫോണിലൂടെയുള്ള ഭീഷണി. നവമാധ്യമങ്ങളിലൂടെ വ്യാജ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. പരാതി നൽകിയിട്ടും പോലീസ് അനങ്ങുന്നില്ലെന്ന് ബിന്ദു അമ്മിണി പറയുന്നു. ഷീൽഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ, തീവ്ര ഹിന്ദു സംഘടനയുടെ കോർഡിനേറ്റർ, നാഷണൽ കോർഡിനേറ്റർ ഒക്കെ ആയിട്ടുള്ള ഒരാൾ, അയാൾ അവകാശപ്പെടുന്നത് അയാൾ 40 NGOകളുടെ പ്രസിഡന്റ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അയാൾ എന്നെ 18-ാം തീയതി രാത്രിയിൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്നെ ആസിഡ് ഒഴിച്ച് കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ അതിഭീകരമായ പച്ചത്തെറി പറഞ്ഞുകൊണ്ട്, നമുക്കത് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനിടെ വർഗീയത വിൽക്കുവാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. എന്നാൽ താൻ ആരുടെയും രാഷ്ട്രീയ കളിപ്പാവയല്ലെന്നും ബിന്ദു വ്യക്തമാക്കി. ഞാനൊരിക്കലും അവർ ഹിന്ദുധർമ്മം സംരക്ഷിക്കുന്ന ആളുകളായിട്ടോ വിശ്വാസികളായിട്ടോ ഒന്നും ഞാൻ അവരെ കണക്കാക്കുന്നില്ല. അവർ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുള്ള ആളുകളും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. എല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന പോലീസ് കുറ്റക്കാർക്ക് കുടപിടിക്കുകയാണ്. നീതി നിഷേധത്തിനെതിരെ കൊയിലാണ്ടി സ്റ്റേഷന് മുമ്പിൽ സത്യാഗ്രഹ സമരത്തിനൊരുങ്ങുകയാണ് ബിന്ദു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. കണ്ണും മനസ്സും നിറച്ച് ഇന്നലെ സന്നിധാനത്ത് ഒരു സന്ദർശകനെത്തി. അരമണിക്കൂറിൽ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. കാണാം സന്നിധാനം അനുഭവിച്ചറിഞ്ഞ ഈ അതിഥിയെ. ദീപാരാധനയ്ക്ക് തൊട്ടു മുൻപാണ് കോരിച്ചൊരിയുന്ന മഴയെത്തിയത്. പിന്നാലെ പടിപൂജ. അതും കഴിഞ്ഞാണ് സന്നിധാനത്തെ കുളിരണിയിച്ച് ആ അതിഥി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com